നമസ്കാരം. ഭാരത് ലീഗിലേക്ക് സ്വാഗതം. കേരള സർവകലാശാല കലോത്സവവുമായി ബന്ധപ്പെട്ട പുതിയ വിവാദങ്ങൾ വരികയാണ്. കലോത്സവത്തിന്റെ പേര് ഇന്തിഫാദ എന്ന് ആക്കിയിരിക്കുന്നു. അതായത് പലസ്തീൻ വർഷങ്ങളായി നടത്തുന്ന ഇസ്രായേലിനെതിരെയുള്ള അധിനിവേശത്തിന്റെ പേരുകൂടിയാണ് ഇന്തിഫാദ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഏതായാലും കലോത്സവങ്ങൾ ആദ്യമായല്ല ഇത്തരത്തിൽ ചില പരിഷ്കാരങ്ങൾ കേരളീയ പൊതുസമൂഹത്തിലേക്ക് ഇപ്പോൾ കൊണ്ടുവരുന്നത്. നേരത്തെ കലോത്സവങ്ങളുടെ മാഗസിനുകളെ ചൊല്ലി അതിന്റെ ഉള്ളടക്കത്തെ ചൊല്ലിയായിരുന്നു വിവാദം. പടിപടിയായി കേരളത്തിലെ കലാലയങ്ങളും അതുപോലെ തന്നെ മാഗസിൻസും കലോത്സവവും ഒക്കെ തന്നെ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ആ അധിനിവേശം, അതായത് പ്രത്യേക വിഭാഗത്തിന്റെ രീതിയിലേക്ക് അവരുടെ ഭാഷയും സംസ്കാരവും ഒക്കെ അധിനിവേശിപ്പിക്കപ്പെടുന്നതിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ള പേരൊക്കെ ഇടുക തന്നെ വേണം. കാരണം പിണറായി വിജയൻ അത് വലിയ നിർണായകമായ കാര്യമാണ്. പിണറായി വിജയൻ അധികാരത്തിൽ വന്ന അന്നു മുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രീണനമാണ്. വർഗീയത എന്ന് പറയുമ്പോൾ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ പറയുന്നത് ഹൈന്ദവമായ എന്തിനെങ്കിലും പറഞ്ഞാൽ മാത്രമേ വർഗീയതയാവുകയുള്ളൂ എന്നാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും പിണറായി വിജയനും കൂട്ടരും ഇപ്പോൾ കലോത്സവത്തെ പോലും, അതായത് മലയാളം ശ്രേഷ്ഠ ഭാഷയാണെന്ന് ഉരുവിടുമ്പോഴും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അറബി വാക്ക് കലോത്സവത്തിന് നൽകി എന്നുള്ളതാണ്. ഈ അറബി വാക്ക് കലോത്സവത്തിന് നൽകിയെന്ന് മാത്രമല്ല, കലാലയങ്ങളിലെ മാഗസിനുകളിൽ പോലും ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും കഴിഞ്ഞ് കുറെ കാലങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയുമാണ്. ഏതായാലും പിണറായി വിജയൻ വന്ന ശേഷം ഓണം പോലും ആഘോഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പിണറായി വിജയനാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ഇതൊന്നും പറഞ്ഞാൽ വലിയ കാര്യങ്ങളൊന്നും പൊതുസമൂഹത്തിൽ ഉണ്ടാവാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദു പിണറായി വിജയന്റെ പോക്കറ്റിലായതാണ് അതിന് കാരണം. ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ് ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ. കാരണം ഇടതുപക്ഷമായാലേ ബുദ്ധിയുള്ളൂ, വിവരമുള്ളൂ, സംസ്കാരമുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ ബുദ്ധിയെയും സംസ്കാരത്തെയും വികാരത്തെയും അതുപോലെ തന്നെ വിവേകത്തെയും ഒക്കെ കൈവശപ്പെടുത്തി വെച്ചിരിക്കുകയാണ് കേരളത്തിലെ ഇടതുപക്ഷം. കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ ഒരു നറേറ്റീവ് ഇവിടുത്തെ കുട്ടികളെ അടക്കം വഴിതെറ്റിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കള്ളുകുടിയും പെണ്ണുപിടിയും ആണുപിടിയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമൊക്കെ സംസ്കാരത്തിന്റെ മാനദണ്ഡങ്ങളായി മാറുന്ന, അല്ലെങ്കിൽ സംസ്കാരത്തിന്റെ മാനദണ്ഡങ്ങളാക്കി മാറ്റുന്നതിൽ ഈ ഇടതുപക്ഷം വഹിച്ച പങ്ക് ചെറുതല്ല. യഥാർത്ഥത്തിൽ കേരളത്തിലെ സാധാരണക്കാരുടെ ബൗദ്ധികമായ പല കാര്യങ്ങളെയും അവരുടെ ബൗദ്ധികമായ ചിന്താശേഷിയെ പോലും ഇടതുപക്ഷം ചൂഷണം ചെയ്യുകയാണ്. കാരണം ഭൂരിപക്ഷം ഒന്നിച്ചാൽ, അല്ലെ ഭൂരിപക്ഷം അവരുടെ സംസ്കാരത്തിലേക്ക് മടങ്ങിപ്പോയാൽ, ആ സംസ്കാരവുമായി ബന്ധപ്പെട്ട് ജീവിച്ചാൽ ഇടതുപക്ഷത്തിന് നിലനിൽപ്പില്ല എന്ന കാര്യം വ്യക്തമായി തന്നെ CPM അറിയാം. അതുകൊണ്ട് തന്നെയാണ് കള്ളും കഞ്ചാവും ഒക്കെ നിത്യജീവിതത്തിന്റെ ഭാഗങ്ങളാക്കി മാറ്റുന്നതിൽ പോലും അത്തരത്തിലുള്ള നിലപാടുകളിലേക്ക് കുട്ടികൾ പോകുന്നതിന്റെ കാരണം പോലും ഇവരുടെ പുരോഗമനവാദമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇടതുപക്ഷത്തിന്റെ പുരോഗമനം വഴിതെറ്റിയ ഒരു പുരോഗമനത്തിലേക്കാണ് നമ്മുടെ കുട്ടികളെ പോലും നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇത്തരം കാര്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്നത്, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, കേരളം വളരെ പെട്ടെന്ന് ഇടതുപക്ഷക്കാരുടെ സഹായത്തോടെ ഇസ്ലാമികവൽക്കരിക്കപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ഒരു സ്കൂളിൽ, ആ സ്കൂൾ ഒരു പ്രൈവറ്റ് സ്കൂളാണ്, ആ പ്രൈവറ്റ് സ്കൂളിലെ മാനേജർ അല്ലെങ്കിൽ ആ പ്രൈവറ്റ് സ്കൂളിന്റെ ഓണർ അവരുടെ സ്കൂളിൽ ഗണപതി ഹോമം നടത്തിയപ്പോൾ അവിടെ കടന്നു കയറി ആക്രമിച്ചവരാണ് ഇവർ. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എതിരെ പറയുന്നവരാണിവർ. അപ്പോ ഇത്തരം കാര്യങ്ങൾ, ഹൈന്ദവമായ എല്ലാ കാര്യങ്ങളും, ഓണം ആഘോഷിക്കരുതെന്ന് പറയുന്ന ഇടതുപക്ഷം, അങ്ങനെ ഹൈന്ദവമായ എല്ലാത്തിനെയും എതിർക്കുന്ന, ശബരിമലയിൽ പോയാൽ ശബരിമലയിൽ കൈകൂപ്പരുത്, അവിടുത്തെ മന്ത്രിമാർ, പ്രത്യേകിച്ച് ദേവസ്വം മന്ത്രിമാർ ശബരിമലയിൽ പോയി കൈകൂപ്പുന്നത് പോലും നാണക്കേടായി കരുതുന്ന കേരളീയ സമൂഹം, കേരളത്തിലെ ഇടതു സമൂഹം. അപ്പോ തീർച്ചയായും കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ സഹായത്തോടെ അതിവേഗം ഇസ്ലാമികവൽക്കരിക്കപ്പെടുകയാണ് കേരളമെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതിന്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമായാണ് ഇപ്പോൾ ഈ കലോത്സവം മാറിയിരിക്കുന്നത്. MG യൂണിവേഴ്സിറ്റി കലോത്സവത്തിലും ഇതുപോലെ തന്നെയാണ്. പച്ചയാണ് അവരുടെ യൂണിവേഴ്സിറ്റിയുടെ പല തീമുകളിലും കളറുകളിലും പോസ്റ്ററുകളിലും ഒക്കെ കാണുന്ന പച്ചയാണ്. അപ്പൊ കേരളത്തെ ഇസ്ലാമികവൽക്കരിക്കപ്പെടാൻ, അല്ലെങ്കിൽ കേരളത്തെ ഇസ്ലാമികവൽക്കരിക്കാൻ ആരുടെ ഏജന്റായാണ് പിണറായി വിജയൻ പ്രവർത്തിക്കുന്നതെന്ന ചോദ്യം പ്രസക്തമാവുകയാണ്. ഹൈന്ദവമായ എല്ലാ ആചാരങ്ങളെയും, ക്രിസ്തുവിന്റെ ആചാരങ്ങളെയും, ക്രൈസ്തവമായ ആചാരങ്ങളെ പോലും ഇപ്പോൾ തള്ളിക്കളയാൻ പ്രേരിപ്പിക്കുന്നവരാണ് CPMകാർ. നേരത്തെ അത്തരത്തിലുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് പൂഞ്ഞാറിലെ പള്ളിമുറ്റത്ത് ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ. അതുമായി ബന്ധപ്പെട്ട് ഒരാളുടെ പോലും പേര് വരരുതെന്ന് നിഷ്കർഷിക്കുന്ന ഭരണകൂടം. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ആ പള്ളി വികാരിക്കെതിരെ ഇത്രയും വലിയ ആക്രമണം നടത്തിയിട്ട് പോലും അതിൽ വലിയ രീതിയിലുള്ള ഒരു അനുരണനം കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിച്ച CPMന്റെ സർക്കാർ. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്
പോപ്പുലർ ഫ്രണ്ടിനെ ഒക്കെ നിരോധിച്ചിട്ട് പോലും കേരളത്തിൽ ഇസ്ലാമിക തീവ്രവാദം ചില രീതിയിലെങ്കിലും ചില കോണുകളിൽ നിന്നെങ്കിലും ചില പോക്കറ്റുകളിൽ നിന്നെങ്കിലും ഉണ്ടാകുന്നുണ്ട് എന്ന് തന്നെയാണ്. ഇതിനൊക്കെ വളം വെച്ചു കൊടുക്കുന്നതാകട്ടെ കേരളത്തിലെ CPM എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഇത് തന്നെയാണ് CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഇതര മതസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിരോധം ഉയർത്താറില്ല. കാരണം മിണ്ടിപ്പോയാൽ പറയും ഇത് കേരളമാണ്, ഇവിടെ വർഗീയത വേവില്ല എന്ന്. ആരാണ് കേരളത്തിലെ ജനങ്ങളെ വർഗീയമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതെന്ന സംശയം ബാക്കിയാവുകയാണ്. കേരളത്തിലെ ഹിന്ദുവും ക്രിസ്ത്യാനിയും ഒന്നും ഇത്രയും കാലം വർഗീയമായി ഇത്തരം കാര്യങ്ങൾ ചിന്തിച്ചിരുന്നില്ലെങ്കിൽ ഇപ്പോൾ ഭക്ഷണമടക്കമുള്ള കാര്യങ്ങളിൽ പിണറായി വിജയനും മറ്റുള്ള ഇടതുപക്ഷക്കാരും ഒക്കെ ഉണ്ടാക്കുന്ന നറേറ്റീവുകൾ കേരളത്തിലെ മറ്റുള്ള സമൂഹങ്ങൾക്ക് വരെ ചിന്തിക്കാനുള്ള ശേഷി കുറച്ചെങ്കിലും നൽകുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇടതുപക്ഷം അവരുടെ കപട ബൗദ്ധികത കൊണ്ട്, കപട ബൗദ്ധികമായ ചില കാര്യങ്ങൾ കൊണ്ട് അത്തരത്തിലുള്ള ബൗദ്ധികത യഥാർത്ഥ ബൗദ്ധികതയാണ് എന്ന രീതിയിൽ സാധാരണക്കാരായ ജനങ്ങളിലേക്കും കുട്ടികളിലേക്കും ഒക്കെ അടിച്ച് ഏൽപ്പിക്കുന്നത് കൊണ്ട് കുറച്ചു കാലത്തേക്ക് കൂടി CPMന് മുന്നോട്ട് പോകാമെന്നല്ലാതെ യാതൊരു ഗുണവും CPMന് ഇതുകൊണ്ട് ഉണ്ടാവില്ല. മാത്രമല്ല ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളെയും തീവ്രവാദ സംഘടനകളെയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളെയും ഒക്കെ അനുകൂലിക്കുന്നത് കൊണ്ട് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം നാളെയുള്ള കാലം വളരെ ബുദ്ധിമുട്ടിലായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരളത്തിലെ സാധാരണക്കാരായ പിണറായി വിജയനും കൂട്ടരും പിണറായി വിജയനും മകളും ഒക്കെ അങ്ങ് പോകും. അതിനുശേഷം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമുണ്ട്. അതായത് നമ്മുടെ തലമുറകൾക്ക് ജീവിക്കാനുള്ള മണ്ണായി ഇവിടെ നിലനിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ സാഹോദര്യത്തോടെ ജീവിച്ചു പോകണമെങ്കിൽ തീർച്ചയായും ഇത്തരത്തിലുള്ള വർഗീയ പ്രീണന നയങ്ങളെ മാറ്റി നിർത്തുക തന്നെ വേണം. അല്ലെങ്കിൽ കേരളം സമീപഭാവിയിൽ അതിവിദൂരമായ ദുരന്തത്തിലേക്ക് പോകും. നമുക്കറിയാം പോപ്പുലർ ഫ്രണ്ടിന് ഏറ്റവും കൂടുതൽ വേരോട്ടമുള്ള ഒരു സംസ്ഥാനമായിരുന്നു കേരളമെന്ന് നമുക്കേവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഏതായാലും പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടതോടുകൂടി കുറച്ചെങ്കിലുമൊക്കെ ആൾക്കാർ അമങ്ങിയെങ്കിൽ പോലും വീണ്ടും ജനങ്ങൾ ഇത്തരത്തിലുള്ള ചിലരെങ്കിലും വാലുപൊക്കുന്നുണ്ട് എന്ന സംശയവും ഉണ്ടാകുന്നുണ്ട്. അതിന് കാരണം കേരളത്തിലെ ഇടതുപക്ഷമാണെന്ന് പറയാതിരിക്കാനേ കഴിയില്ല.